PC ജോർജ് ഈക്വൽ ടു വിവാദങ്ങളുടെ നായകൻ. വിവാദങ്ങളുടെ നായകനെന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് വിളിക്കുന്നതാണോ അതോ മാധ്യമങ്ങൾ കോപ്പ് കൂട്ടി അദ്ദേഹത്തെ അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന് ഇപ്പോ സംശയം തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം PC ജോർജ് ഇന്നലെ PC ജോർജ് നടത്തിയ ഒരു പ്രസംഗം വിവാദമാക്കിയിട്ടുണ്ട്. അദ്ദേഹം അതിലൊന്നും നമ്മൾ ആ പ്രസംഗം സാർ കേട്ടിരുന്നോ? ആ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം അതിനകത്ത് തെറ്റായിട്ട് യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷേ മറിച്ച് എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം അദ്ദേഹത്തെ പിന്നെയും അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ വിവാദങ്ങളിലേക്കോ വലിച്ചഴയ്ക്കാൻ വേണ്ടിയിട്ട് ചുറ്റിലും നിൽക്കുന്ന ആൾക്കാര് മനഃപൂർവ്വം കോപ്പ് കൂട്ടുകയാണെന്നൊരു സംശയം തോന്നുന്നു. സാറിന് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ നേരത്തെ കേസിൽ? ഉറപ്പായിട്ടും തോന്നുന്നുണ്ട്. അദ്ദേഹത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി ഇപ്പൊ പോലീസുകാർ അദ്ദേഹത്തിന്റെ കേസ് വീണ്ടും അന്വേഷിക്കുന്നു. 3-4 പേര് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞാൽ ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട സാധാരണ കുടുംബങ്ങളിൽ കല്യാണം കഴിപ്പിച്ചു വിടുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. അന്നേരം അദ്ദേഹത്തിന്റെ മകൻ ഇന്നലെ മറുപടി പറഞ്ഞിട്ടുണ്ട്, പോലീസുകാരുടെ കയ്യിലേക്ക് PC ജോർജിന്റെ വായ് മൂടിക്കെട്ടി താക്കോല് പോലീസുകാരെ ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നൊരു പ്രസ്താവന കണ്ടിരുന്നു പറയുന്നു. അത് കറക്റ്റ് അല്ലേ പുള്ളി പറയും. അദ്ദേഹവും നമ്മളെല്ലാം ഈ പറയുന്ന മാധ്യമങ്ങളെ പോലെ മാധ്യമങ്ങൾ എന്തെല്ലാം ന്യൂസുകളാണ് പടച്ചുവിടുന്നത്, അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന പൗരൻ തന്നെയാണ് അദ്ദേഹം പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട്, അദ്ദേഹം രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് വാതുറക്കാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് വാതുറക്കാൻ എല്ലാ അവകാശങ്ങളും ഉണ്ട്. അത് മാത്രമല്ല, താങ്കൾ സാറ് പറഞ്ഞ പോലെ ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു പേര് നമ്മുടെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സാധനമല്ല. അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദിന്റെ പേരിൽ 400ഓളം കുട്ടികൾ ലവ് ജിഹാദ് നടത്തിയിട്ടുണ്ടെന്നാണ്. അതിൽ 41 പേരെ മാത്രമാണ് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം പറയുന്ന പോലെ ഞങ്ങളുടെയൊക്കെ കാസ്റ്റ്, അദ്ദേഹത്തിന്റെ കാസ്റ്റില് പെൺകുട്ടികളെ നേരത്തെ കെട്ടിക്കാറില്ല. കൂടുതൽ പേരെയും 28-29 വയസ്സിലൊക്കെയാണ് കെട്ടിക്കുന്നത്. എന്നാൽ മുസ്ലിം കാസ്റ്റിൽ നിന്നും ഒരുപാട് പെൺകുട്ടികൾ 18-19 വയസ്സിലൊക്കെ അവരെ കെട്ടിക്കും. അതിനുശേഷമാണ് അവർ പഠിക്കുന്നത്, അതിനുശേഷമാണ് ഒരു ജോലിക്കാരാവുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു കാസ്റ്റില് ഒളിച്ചോട്ടവും ഈ ഇറങ്ങിപ്പോക്കലും ഒക്കെ വളരെ കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ അവിടെ ഒരു കാസ്റ്റിനെ അദ്ദേഹം അധിക്ഷേപിച്ചിട്ടില്ല. അദ്ദേഹം അതിന്റെ ഒരു നല്ല വശം നല്ല രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും നേരത്തെ കെട്ടിക്കണമെന്നല്ല, പക്ഷെ താല്പര്യമുള്ളവരെ അച്ഛനമ്മമാര് അവരുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് നേരത്തെ കെട്ടിച്ചു വിട്ടാൽ ഇറങ്ങിപ്പോക്കുകൾ ഒഴിവാക്കാം. ഇപ്പൊ അതിന്റെ എക്സാമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം ഒരു കിളവനുമായിട്ട് 42 വയസ്സുകാരനുമായിട്ട് 15 വയസ്സുകാരിയും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷെ അവർ രണ്ടുപേരും മരിച്ചതായിട്ട് കണ്ടു. രണ്ടുപേരും തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. ഏതാണ് 30-20 ദിവസത്തോളം അന്വേഷണത്തിനിടയിൽ ആ വീടിന്റെ തൊട്ട് പുറകിലായിട്ട് ആ പെൺകുട്ടിയും അവരോടൊപ്പം വർഷങ്ങളായിട്ട് പരിചിതനായിരുന്ന ഒരു ഓട്ടോ ഡ്രൈവർ, അത് നല്ല ഏജ് വ്യത്യാസമുള്ള ഒരുത്തിനുമായിട്ട് അവിടെ തൂങ്ങി മരിച്ചു നിൽക്കുന്ന നിലയിൽ കണ്ടെത്തി. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്താണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ മതത്തിലും ഇങ്ങനെ ഏത് മതമായാലും ഒരു പെൺകുട്ടിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ കെട്ടിച്ചൊക്കെ കൊടുത്തേക്ക്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. എന്തിനാണ് 28-29 വയസ്സ് വരെ നിർത്തിയാൽ അവൾക്ക് ജോലിയും കിട്ടി, അവളെ പഠിപ്പിച്ച് ആ ജോലി ശമ്പളം ഒരു 5-6 വർഷം ഞങ്ങൾക്ക് കിട്ടട്ടെ എന്നൊരു ചിന്താഗതിയാണ് പാരന്റ്സിന്. അതുകൊണ്ടാണ് അവരെ കെട്ടിക്കാത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് എല്ലാവരെയും അതിനകത്ത് ഒരു മതത്തെയും അദ്ദേഹം അധിക്ഷേപിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞ പോലെ PC ജോർജിന്റെ നാക്ക് പോലീസുകാരുടെ കയ്യിൽ കെട്ടിപ്പൂട്ടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പോലീസുകാരുടെ എന്നല്ല, ഒരു മാധ്യമപ്രവർത്തകരുടെയും കെട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ, പൊളിറ്റീഷ്യൻ എന്ന നിലയിലല്ല, ഒരു പൗരൻ എന്ന നിലയിൽ ഇതൊക്കെ പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ മാന്യമായിട്ട് വളരെ ശാന്തനായിട്ടാണ് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. സാർ അത് കണ്ടിരുന്നു? സാധാരണ രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു പക്വതയോ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള പേടിയാണ്. രാഷ്ട്രീയത്തിലെ സ്ഥാനങ്ങളൊന്നും കിട്ടത്തില്ല. PC ജോർജിനെ സംബന്ധിച്ചുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, തന്റേടിയായ രാഷ്ട്രീയക്കാരൻ, എന്തും തുറന്നു പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് PC ജോർജ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പൊതുയോഗത്തിൽ പറഞ്ഞ ലവ് ജിഹാദുണ്ട്, ഇങ്ങനെ മുസ്ലിം അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരുമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള മതസ്ഥരെ പീഡിപ്പിച്ചു കൊണ്ടുപോകുന്നു. ഓരോ മതസ്ഥരും നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ ന്യായകുറ്റങ്ങളൊന്നും പറയാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് പുള്ളി മാധ്യമങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കുറെ വിഭാഗങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നമ്മൾ സംശയമുണ്ട്. ഇന്നാളത്തെ പ്രസംഗം പോലെയല്ല, കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ PC ജോർജ് പറയുന്നതിനകത്ത് വലിയ കാര്യമായിട്ട് തെറ്റില്ല. പക്ഷെ വീണ്ടും അദ്ദേഹത്തെ പെടുത്താൻ വേണ്ടി SDPIയോ മറ്റുള്ള രാഷ്ട്രീയക്കാരോ ആരൊക്കെയോ കുറെ രാഷ്ട്രീയക്കാർ പരാതി കൊടുത്തു. വീണ്ടും പോലീസ് അന്വേഷിക്കുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നൊരു പേടിയൊന്നുമില്ല. കാരണം ഓൾറെഡി അറസ്റ്റിന്റെ വക്കീലെത്തി. 2 ദിവസം മെഡിക്കൽ കോളേജ് ഓൾറെഡി അറസ്റ്റിലായിരുന്നു, റിമാൻഡിലായിരുന്നു. വീണ്ടും അദ്ദേഹം അതിശക്തമായിട്ട് ഈ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു സാധാരണക്കാർ ചിന്തിക്കുന്ന കോട്ടയം ജില്ലയിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പച്ച മനുഷ്യൻ അത് തുറന്നു പറയുന്നത് മാത്രമേ ഇതിനകത്ത് കാര്യങ്ങളുള്ളൂ. പുള്ളി പറയുന്നതിനകത്ത് സത്യമുണ്ടോ കഴമ്പുണ്ടോ എന്നുള്ളത് കാലമാണ് തെളിയിക്കേണ്ടത്. കാരണം പലർക്കും പല രാഷ്ട്രീയക്കാർക്ക് ഇപ്പൊ MLA ആകാനോ നാളെ മത്സരിക്കാനോ ആഗ്രഹമുള്ളവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയത്തില്ല. ഒരു സമുദായത്തെ ആരും വെറുപ്പിക്കത്തില്ല. ഈ പുള്ളിയെ സംബന്ധിച്ചുള്ള ഏത് സമുദായത്തിനെതിരെയും പുള്ളി പറയും. അത് ക്രിസ്ത്യൻ സമുദായത്തിനെതിരെയും പറയും, ഹിന്ദു സമുദായത്തിനും പറയും, മുസ്ലിമിനെതിരായാലും ആരായാലും പറയും. പണ്ട് ഇന്ന് മനോരമ ചാനലിലൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ കണ്ടു. 2-3-5-6 വർഷം മുമ്പ് ഈ മനോരമയുടെ റിപ്പോർട്ടറൊക്കെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മനോരമക്കാരൊക്കെ പൂഞ്ഞാറ് ചെല്ലുമ്പോൾ ഈ മുസ്ലിം മതപക്ഷക്കാരുമായിട്ടാണ് പുള്ളിയുടെ ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ. അവരെല്ലാം കാണിച്ച് പരിചയപ്പെടുത്തി ഇവരെല്ലാം നല്ലവരാണ്, നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ഇപ്പൊ എനിക്ക് തോന്നുന്ന കുറെ നാളുകളായിട്ട് പുള്ളിയായിട്ട് എതിർച്ചേരി വന്നപ്പോഴത്തേക്ക് പുള്ളി വേറെ രാഷ്ട്രീയത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഓരോരുത്തർ
ഓരോരുത്തരും കുറ്റം പറയുന്നില്ല. ഇപ്പൊ BJPയുടെ ഭയങ്കരമായ സപ്പോർട്ട്, BJPയിൽ എനിക്ക് തോന്നുന്ന എല്ലാ നേതാക്കന്മാരും അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുകയും അദ്ദേഹത്തിന് പൂർണ്ണ സപ്പോർട്ടും എല്ലാ സപ്പോർട്ടുകളും കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ശാരീരിക സൂചിപ്പിച്ചാൽ അദ്ദേഹം ഉയർന്ന ഒരു പദവിയിലേക്കൊക്കെ വരുമെന്ന് പറഞ്ഞാൽ ആ പദവിയിൽ നിന്നൊക്കെ തട്ടിക്കളയാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിക്കുന്നതാണോ? പക്ഷെ അദ്ദേഹം മുട്ടുമുളക്കുന്നില്ലെന്നൊന്നും വീണ്ടും പ്രസ്താവനയായിട്ട് വീണ്ടും കഴിഞ്ഞ ദിവസം പുള്ളി ഒത്തിരി പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. 7 മിനിറ്റ് സമയമുള്ളൂ എന്ന് പറഞ്ഞ ആ പ്രസംഗം ഞാൻ കേട്ടായിരുന്നു. വീണ്ടും പറയുന്നു ലഘുജീവിതം നടക്കുന്നു, മറ്റൊരു രീതി നടക്കുന്നു. ഇവിടെ കേരളത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നാണ് പുള്ളി ചോദിച്ചത്. കേരളത്തിലെ നമ്മുടെ ഇതിനെപ്പറ്റി മാത്രമല്ല പുള്ളി പറഞ്ഞേക്കുന്നത്, കേരളത്തിലെ സ്വൈര ജീവിതം തന്നെ തകരാറിലായിരിക്കുകയാണ്. അച്ഛൻ മകനെ കൊല്ലുന്നു, ഭാര്യ അമ്മ കൊല്ലുന്നു, അമ്മയെ മകനെ കൊല്ലുന്നു, പല രീതിയിലുള്ള വളരെ എന്ന് വെച്ചാൽ കേരളത്തിൽ കണ്ടില്ല കഴിഞ്ഞ 5 പേരെ കൊന്ന് തിരുവനന്തപുരത്തിൽ മരണം. ഇവിടെ കൂടുതൽ ഈ മറ്റേ ലഹരിയുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പിള്ളേരൊക്കെ കൂടുതൽ പെട്ടുവന്ന് പോകുന്നതാണ് പുള്ളി പറയുന്നത്. കുറെയൊക്കെ ശരിയാണെന്നും കൂടെ എനിക്ക് സംശയമുണ്ട്. മാധ്യമങ്ങൾ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ അക്രമ സമരങ്ങൾ എന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അക്രമങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ നാളെ ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ആരൊക്കെ ഉണ്ട് ജീവിച്ചിരിപ്പുണ്ടോ, നാളെ കുത്തുവോ ഒരുത്തിനെ കൊല്ലുവോ, ഒരാളോട് പോലും കഴിഞ്ഞ ദിവസം വലിയ മാധ്യമപ്രവർത്തകർ നിങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ച പറഞ്ഞ പോലെ പറയുന്നത് കേട്ടു, ആരോട് പോലും ഇപ്പൊ ഒരു വണ്ടി നിർത്തി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. അവരുടെ ഈ കത്തിയുണ്ടോ, നമ്മുടെ പണ്ട് ലണ്ടനിലോ മറ്റുള്ള രാജ്യങ്ങളൊക്കെ റിവോൾവറുമായിട്ട് നടക്കുന്നത്. നമ്മുടെ രാജ്യത്തും ഇപ്പം ചെറുപ്പക്കാരുമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അവരുമായിട്ടൊരു പ്രശ്നത്തിലേക്ക് വന്നാൽ പെട്ടെന്ന് അവർ വെട്ടുക, കുത്തുക, ഭയങ്കര വൈരാഗ്യ രീതിയിലേക്ക്. പണ്ടൊക്കെയാണ് നിസ്സാര രീതിയിലെ സൗഹൃദങ്ങൾ. ഇപ്പൊ PC ജോർജ് സൂചിപ്പിച്ചാൽ എല്ലാ ദിവസവും വീട്ടിൽ അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ചിരുന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ച് മക്കളുമായിട്ട് നല്ല യോജിപ്പ്. മക്കളും അച്ഛനുമായിട്ട് ബന്ധമില്ല, മക്കൾക്കും അച്ഛനുമായിട്ട് വല്ലപ്പോഴും മക്കൾക്ക് ഹോസ്റ്റലിലേക്ക് പൈസ അയച്ചു കൊടുക്കും. ബന്ധങ്ങൾ കൂടുതൽ ഊട്ടി ഉറപ്പിക്കണം എന്നാണ് പുള്ളിയുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിനെപ്പറ്റി ശരിയാണ്. അതെ, അത് തന്നെയാണ് എനിക്കും സാറെ പറയാനുള്ളത്. ഞാൻ ആ പോയിന്റ് പറയാനായിട്ട് വിട്ടുപോയതാണ്. കാരണം ഈ അദ്ദേഹത്തിനകത്ത് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗമായി എടുത്തിട്ടാണ് ഇവർ ഈ അദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കുന്നത്. ആ പ്രസംഗം പൂർണ്ണമായും കേൾക്കുന്ന ഏതൊരു കേൾവിക്കാരനും മനസ്സിലാവും അദ്ദേഹം വളരെ നല്ല കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം PC ജോർജ് ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളൂ. ആ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് ഈ സമൂഹത്തിന് പ്രാർത്ഥനയില്ല, പ്രാർത്ഥന വേണം, നിങ്ങൾ സന്ധ്യാപ്രാർത്ഥന മസ്റ്റായിട്ട് ചെയ്യണം. അദ്ദേഹം എല്ലാ മതസ്ഥരോടുമായിട്ട് അത് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ മുസ്ലിംസിന് സന്ധ്യാപ്രാർത്ഥനയുണ്ട് മതപരമായിട്ട്, ഹിന്ദുക്കൾക്ക് സന്ധ്യാപ്രാർത്ഥന, പക്ഷേ ക്രിസ്ത്യൻസിന് സന്ധ്യാപ്രാർത്ഥനയുണ്ട്. പക്ഷേ ഇന്ന് ഇത് അനുഷ്ഠിക്കുന്നവർ വളരെ കുറവാണ്. എനിക്കൊന്നു അപ്പാർട്ട് ഫ്രം എനിക്കൊന്ന് മുസ്ലിംസ് ആണ് കുറെ കൂടെ പ്രാർത്ഥന സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാർ, ദുആ ചെയ്യുന്ന ആൾക്കാരെന്നാണ് പൊതുവിൽ തോന്നിയിരിക്കുന്നത്. അവർ കൃത്യമായിട്ട് അത് മുടക്കാറില്ല, കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്ന പോകുന്ന ആൾക്കാരാണ്. പണ്ട് ക്രിസ്ത്യൻസിന് കൃത്യമായ പ്രാർത്ഥനകളുണ്ടായിരുന്നു. ഇപ്പോൾ അത് അമ്മച്ചിമാരിലേക്ക് ഒതുങ്ങി. അതായത് പ്രായമുള്ള അമ്മച്ചിമാർ മാത്രമാണ് ഇപ്പോൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആൾക്കാരെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ക്രിസ്ത്യൻ യുവാക്കളും യുവതികളും ഒന്നും സ്ഥിരമായി പള്ളിയിൽ പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പിന്നെ ഹിന്ദുക്കളുടെ കാര്യം പിന്നെ പണ്ടേ പറയണ്ട, അവർക്ക് തോന്നുന്ന പോലെയാണ് അവർ പണ്ട് പോയിക്കൊണ്ടിരുന്ന ഉത്സവങ്ങൾ. പക്ഷേ എനിക്ക് ഇപ്പോൾ ഉത്സവങ്ങളിലൊക്കെ പങ്കാളിത്തം പിന്നെയും കൂടിയിട്ടുണ്ട് ഹിന്ദുക്കളിലേക്ക്. അവര് പഴയതിൽ നിന്ന് മാറി ഇപ്പോൾ കുറച്ച് ഉത്സവങ്ങളും മറ്റേന്നൊക്കെ പറഞ്ഞ യുവാക്കൾ ഉത്സവങ്ങൾക്കൊന്നും വരത്തില്ല, ഈ പറയുന്ന പോലെ വേറെ പരിപാടികൾക്ക് പോകും. പക്ഷെ ഇന്ന് പള്ളിപ്പെരുന്നാളിന് പോലെ അമ്പലത്തിലെ ഉത്സവങ്ങൾക്ക് വരുന്നത് കുറവായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. എന്താ കാരണമെന്ന് അറിയില്ല, പ്രാർത്ഥനയാണോ വേറെ വല്ല ഉദ്ദേശമാണോ നമുക്ക് അറിയില്ല. പക്ഷെ PC ജോർജ് അതിനകത്ത് സൂചിപ്പിച്ച പോലെ പ്രാർത്ഥന അത് എല്ലാ മതസ്ഥർക്കും വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കുറഞ്ഞത് അദ്ദേഹത്തിന്റെ കാസ്റ്റിൽ തന്നെയുള്ള ആൾക്കാരോട് അദ്ദേഹം ചിലപ്പോൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടാവുക, സന്ധ്യാപ്രാർത്ഥന അവർക്കുള്ളതാണ്. അപ്പൊ അത് സ്ഥിരമായി ചെയ്താൽ അമ്മയും അച്ഛനും മക്കളും തമ്മിലൊരു ബോണ്ട് കൂടി വരും. അതോടൊപ്പം എല്ലാ കാര്യങ്ങളും അപ്പനോടും അമ്മയോടും തുറന്നു പറയാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആഹാരം കഴിക്കുന്ന സമയത്ത് അന്ന് ഉണ്ടായ സംഭവങ്ങൾ മുഴുവനും, അത് എല്ലാ ദിവസവും ചിലപ്പോൾ പറ്റണമെന്നില്ല, പക്ഷേ പറ്റുന്ന ദിവസങ്ങളിൽ വീക്കെൻഡിലോ എപ്പോഴാന്ന് വെച്ചാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അപ്പനും അമ്മയും മക്കളും കൂടി ഇരുന്ന് ആഹാരം കഴിക്കുക. എന്നിട്ട് അന്നത്തെ ദിവസങ്ങൾ അല്ലെങ്കിൽ ആ ഒരാഴ്ച നടന്ന കാര്യങ്ങളെല്ലാം ഒന്ന് അച്ഛനോടോ അമ്മയോടോ ഒക്കെ സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞു തീർക്കുക. അപ്പൊ തിരിച്ച് അവരും ചോദിക്കുക, അവന്റെ കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ, സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പനോടോ അമ്മയോടോ സഹോദരങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ അവർ ഉറപ്പായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കും. ഇന്ന് കുഞ്ഞ് മരിച്ചു കഴിയുമ്പോഴാണ് അവൻ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് അപ്പനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞത്. ഷഹബാസിന്റെ കാര്യം പോലും ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം. അവൻ തലക്കടിയേറ്റ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവന്റെ സ്കൂളിൽ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ വൈരാഗ്യം ഉണ്ടായിരുന്നെന്നും അവർ തമ്മിത്തല്ലായിരുന്നെന്നും ഒക്കെ ഉണ്ടായിരുന്നു. മറിച്ച് പരസ്പരം ഈ PC ജോർജ് സൂചിപ്പിച്ച പോലെ കൂട്ടുകാരെയൊക്കെ വീട്ടിലൊക്കെ വിളിച്ച്, പണ്ടൊക്കെ സാർ ഓർക്കുന്നു നമ്മളൊക്കെ സുഹൃത്തുക്കളെയൊക്കെ വീട്ടിൽ വിളിച്ചുകൊണ്ട് സദ്യയും ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുവരും ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഉമ്മമാരെ, എന്റെ ഉമ്മയെ പോലെ തന്നെ കൂട്ടുകാരുടെ ഉമ്മയെ കാണാൻ ഒരു മനസ്സ് നമുക്ക് വരും. ആ ഒരു സൗഹൃദമൊക്കെ നിന്നുപോയതിന് കാരണം അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ഒരു ഇഴയെടുപ്പും ഇല്ലാതായി പോയതുകൊണ്ടാണ്. ഇഴയെടുപ്പം ഉണ്ടായത് അദ്ദേഹം പറയുന്നത് അതിന് നമുക്ക് ഇച്ചിരി ഒരു ദൈവഭയവും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് അദ്ദേഹം അവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നത്. അതിൽ എന്താണ് അദ്ദേഹം മോശപ്പെട്ട് പറഞ്ഞതെന്ന് അത് കേൾക്കുന്ന ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവത്തില്ല. കാരണം അതിനകത്ത് അദ്ദേഹം കോൺട്രവേഴ്സിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പം മനഃപൂർവ്വം സാറ് പറഞ്ഞ പോലെ ഈ PC ജോർജ് എന്ന് പറയുന്നത് ഊഞ്ഞാലുള്ളൊരു സിംഹം തന്നെയാണ്. അദ്ദേഹം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ സിംഹത്തിന്റെ പല്ല് കൊഴിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നഖവും പല്ലും മാക്സിമം വെട്ടാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ വേറൊരു പാർട്ടാണ് ഒരു പക്ഷേ രണ്ടാമതെയും ഒരു നിസ്സാരമായിട്ടുള്ള വളരെ സതുദ്ദേശത്തോടു കൂടി പറഞ്ഞൊരു പ്രസംഗത്തെ ഇങ്ങനെ വളച്ചൊടിച്ച് മാധ്യമ വിചാരണ ചെയ്യുന്നതിന്റെ ഒരു കാരണം അങ്ങനെ തന്നെയാ അല്ലേ സാറേ? എല്ലാ
എല്ലാവരും അദ്ദേഹത്തിന്റെ പുറകിലാണ്. കാരണം ഞാൻ പറഞ്ഞില്ല അദ്ദേഹം ഏത് രീതിയിൽ വരും. പിന്നാണ് ഒരു ന്യൂസ് ഞാൻ കണ്ടു, ഓൺലൈൻ മാധ്യമത്തിലൊക്കെ കണ്ടു, ഈരാറ്റുപേട്ടയിലേക്ക് കേന്ദ്രസേന വരുന്നുണ്ട്. കേന്ദ്രസേന വരുന്നെന്ന് പറഞ്ഞാൽ അവരുടെ പല സ്ഥലത്ത് അവരുടെ ലഹരി മരുന്നുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചു. അത് ഒരു സ്ഥലത്ത് ഞാൻ പറയുന്നില്ല, കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ച ലഹരി മരുന്നുകൾ ഇപ്പൊ കൊച്ചിയിലാണെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസ് ചെയ്ത പോലെ കൊച്ചിയിലൊക്കെ ലഹരി മരുന്ന് കേരളത്തിൽ വളരെ ഇതായിട്ട് വന്നിട്ടുണ്ട്. അതിനെതിരെ കേരളത്തിലെ എല്ലാവരോടും സാമൂഹ്യ സേവന സംഘടനകളും എല്ലാവരുടെ ഗവൺമെന്റിനെ സഹായിച്ച്, കാരണം അവനവന്റെ കുടുംബത്തിൽ തന്നെ കുറെയൊക്കെ മാറ്റിയെടുത്ത് കുടുംബ ബന്ധങ്ങൾ കുറയുന്നതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ കൂടുതൽ ഇതിലേക്ക് പോകുന്ന. കുട്ടികൾ ഈ ഫോൺ ഉപയോഗം ഒരു കണക്കിന് നല്ലതാന്ന് പറയും. ഇപ്പൊ ഒത്തിരി വീടുകളിലൊക്കെ പലരും ഞാൻ അന്വേഷിച്ചപ്പോൾ പലരും ഫോൺ കൊടുക്കുന്നില്ല ആൺപിള്ളേർക്ക്. ആൺകുട്ടികൾക്ക് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം അവർക്ക് കൂടുതൽ ബന്ധപ്പെടാനും ഇങ്ങനെയുള്ള സാധനങ്ങൾ പലയിടത്തും നമ്മൾ ചരസ് പിടിച്ചു മറ്റേ പിടിച്ചു പല ന്യൂസുകൾ കേൾക്കുന്നു. പറഞ്ഞാൽ ഈ ഈരാറ്റുപേട്ടയിലോ പല സ്ഥലങ്ങളിലും ബിസി ജോർജ് പറയുന്ന പല സ്ഥലങ്ങളിൽ ഇന്ന് കേരളത്തിൽ ഇറങ്ങി നടന്ന പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്. പുള്ളി പറയുന്നിടത്തൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. പല നേതാക്കന്മാർ മാത്രമേ പുള്ളി ഇങ്ങനെ അനുകൂലങ്ങളായിട്ട് പറയുന്നുള്ളൂ. ഒരു 90% ആൾക്കാരും പുള്ളിക്ക് എതിരാണ്. പുള്ളി എങ്ങനെയും വളർന്നു വരുന്നതിനോ പുള്ളി അടുത്ത ഇലക്ഷൻ മത്സരിക്കുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പൊതുവെ നമുക്ക് തന്നെ ഇതൊക്കെ കാലം തെളിയിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിനകത്തൊരു ജഡ്ജ്മെന്റ് പറയാൻ പറ്റത്തില്ല. പലതും കോടതിയിൽ ഇരിക്കുന്നതാണ്. അവർ പോലീസിൽ വീണ്ടും അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഷോൺ ജോർജിന്റെ കാര്യം പറഞ്ഞു, പോലീസിനെ പുള്ളിക്ക് പേടിയില്ല. കാരണം പുള്ളി പറയുന്ന പച്ചയായ സത്യങ്ങൾക്കെല്ലാം കേസെടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ പോലീസിന്റെ പുറകെ പോകാനുള്ള സമയമുള്ളൂ. പക്ഷെ ഓൾറെഡി പുള്ളി അത് പേടിച്ചു പോയി. ജയിലിൽ പോകേണ്ട വരുമോ ഏതൊക്കെ തരത്തിലായിരുന്നു. ഏതായാലും അതൊക്കെ ജാമ്യം കിട്ടി വളരെ നല്ല രീതിയിൽ പോകുന്നു. ഏതായാലും നമുക്കൊന്നും അതിനെപ്പറ്റി പറയാനില്ല. പി സി ജോർജിന്റെ പ്രസംഗങ്ങൾ കാലം തെളിയിക്കട്ടെ. അതുകൂടാതെ അദ്ദേഹം പുള്ളി വീണ്ടും പ്രസ്താവനകളായിട്ട് വരുന്നു. അദ്ദേഹം പോലീസിനെ പേടിയില്ലെന്ന് തോന്നുന്നു. നമുക്ക് അതിനെപ്പറ്റി ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ശരി എന്നാ പറയുന്നു. സാറ് പറഞ്ഞതിന് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പി സി ജോർജ് വളരെ നല്ലൊരു പ്രാസംഗികനാണ്, വളരെ നല്ലൊരു പ്രവർത്തകനാണ്. പിന്നെ അദ്ദേഹത്തിന്റെ നാക്ക് ചില സമയത്തൊക്കെ ശരിയാണ്, പച്ചയായ മനുഷ്യന്മാർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എന്ന് കരുതി തൊടുന്നതിനെല്ലാം അദ്ദേഹത്തെ അങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാമെന്നൊരു വ്യാമോഹമാണ് മാധ്യമപ്രവർത്തകർ. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസംഗം കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇനി ഇത് നിർത്തുമെന്നും അദ്ദേഹം കൂടുതൽ ശക്തിയോടുകൂടി ഇനി അടുത്ത പ്രസംഗത്തിൽ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്.